ദേശീയ തലത്തിൽ ഉത്തർപ്രദേശ് 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ 3 ലക്ഷം വോട്ടുകൾ നേടിയതിനു ശേഷം സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ കെ സുരേന്ദ്രന് അതിനുശേഷം ആദ്യമായി തലകുനിച്ചു നിൽക്കാതെ ഡൽഹിയിൽ മോദിക്കും അമിത്ഷായ്ക്കും മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന സാഹചര്യമാണ് പൊതുവിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിനും അണികൾക്കും ആശ്വസിക്കാനുള്ള അവകാശവുമുണ്ട്. എന്നാൽ NDA ഇത്തവണ കേരളത്തിൽ നേടിയ 38 ലക്ഷം വോട്ടുകൾ BJPക്ക് നേടിയെടുക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. BJPക്ക് ഇത്തവണ ലഭിച്ച 38 ലക്ഷം വോട്ടുകളുടെ കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ സ്വന്തം പാർട്ടിയിലെ ചിലർ പണിതു എന്ന് തന്നെയാണ്. ആദ്യം കേൾക്കുമ്പോൾ ദേഷ്യം തോന്നുന്നവർ ഉണ്ടാകാം. അവർ കുറച്ച് ക്ഷമയോടുകൂടി ഈ കണക്കുകൾ ഒന്ന് കാണുക. BJPയുടെ ഔദ്യോഗിക കേരള ഫേസ്ബുക്ക് പേജിൽ 2021 വോട്ടുമായി താരതമ്യം ചെയ്താണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ വലിയ നേട്ടം ഇത്തവണ ഉണ്ടായതായി അവകാശപ്പെടുന്നത്. എന്നാൽ നമുക്ക് 2019 വോട്ടുമായുള്ള താരതമ്യമാണ് നോക്കേണ്ടത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ 2019 45,479 വോട്ട്, 2024 50,444, അതായത് ഇത്തവണ കൂടിയത് 4,965 വോട്ടുകൾ കഴക്കൂട്ട മണ്ഡലത്തിൽ. വട്ടിയൂർക്കാവിൽ അത് 2019 50,709, 2024 53,025, കൂടിയത് 2,316 വോട്ടുകൾ. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഇത്തവണ കൂടിയത് വെറും 878 വോട്ടുകൾ. നിയമമണ്ഡലത്തിൽ ഇത്തവണ കൂടിയത് 2,714 വോട്ടുകൾ. പാറശാലയിൽ ഇത്തവണ കൂടിയത് 3,070 വോട്ടുകൾ. കോവളം മണ്ഡലത്തിൽ 2019 41,092 വോട്ട്, 2024 47,376, അതായത് കോവളം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരന് ഇത്തവണ കൂടിയത് 6,284 വോട്ടുകൾ. നെയ്യാറ്റിൻകരയിൽ 2019 32,368, 2024 36,136, കൂടിയത് 3,768 വോട്ടുകൾ. UDFന് 2019 ലഭിച്ചത് 4,16,151 വോട്ട്. 2024 അതേ UDFന് ശശി തരൂരിന് ലഭിച്ചത് 3,58,155 വോട്ടുകൾ. അതായത് തരൂരിന് ഇത്തവണ 2019 57,996 വോട്ടുകൾ കുറഞ്ഞു. LDFന് 2019 2,58,556 വോട്ട്, 2024 2,47,648, അതായത് LDFന് ഇത്തവണ 10,908 വോട്ടുകളാണ് കുറഞ്ഞത്. ഈ കണക്കിൽ നിന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്നത് ശശി തരൂരിനൊപ്പം നിന്നുവെന്ന് പറയപ്പെടുന്ന കോവളം, പാറശാല, നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ നിന്ന് മാത്രം 13,000 വോട്ട് രാജീവ് ചന്ദ്രശേഖരന് അധികം കിട്ടിയിട്ടുണ്ട്. ശശി തരൂരിന് കഴിഞ്ഞ തവണത്തേക്കാൾ 60,000 വോട്ടുകൾ കുറഞ്ഞിട്ടുമുണ്ട്. അത് LDF സ്ഥാനാർത്ഥിയിലേക്ക് പോയിട്ടുമില്ല. അതിൽ നല്ലൊരു ശതമാനം വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് തന്നെ ഇത്തവണ ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, ഇലക്ഷന് മുമ്പ് പിണറായി വിജയൻ ഉണ്ടാക്കിയ ധാരണ ഏറെക്കുറെ വിശ്വസിക്കാമെങ്കിൽ സാധാരണയായി തരൂരിന് വേണ്ടി ക്രോസ് വോട്ട് ചെയ്യുന്ന ഇടതുപക്ഷത്തെ പലരും ഇത്തവണ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണല്ലോ പോളിംഗ് ശതമാനത്തിൽ കുറവും കാണിക്കുന്നത്. ആകെ പോൾ ചെയ്ത വോട്ട് 2019 10,11,268, 2024 9,50,829. ഇനി മറ്റൊരു പ്രധാന കാര്യം, ശബരിമല വികാരം കത്തി നിന്ന 2019 ശോഭാ സുരേന്ദ്രനെ പോലൊരു സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ 60,000 വോട്ടുകൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് വി മുരളീധരന് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വി മുരളീധരൻ ആയതുകൊണ്ട് തന്നെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ വോട്ട് സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് മികച്ച നേട്ടം തന്നെ. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തിരുവനന്തപുരം ജില്ലയിലെങ്കിലും മോദിക്കും BJPക്കും അനുകൂലമായ ഒരു സ്വിംഗ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. എന്നിട്ടും BJPക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കുമ്മൻ രാജശേഖരൻ ലഭിച്ചതിനേക്കാൾ അധികം ലഭിച്ചത് വെറും 25,936 വോട്ട് മാത്രം. അത് മതിയോ? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ആരായിരിക്കാം ചതിച്ചത്? കോവളം, നെയ്യാറ്റിൻകര, പാറശാല എന്ന BJPക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ നിന്ന് അധികമായി 13,000 വോട്ട് നേടാൻ രാജീവ് ചന്ദ്രശേഖരന് ഇത്തവണ കഴിഞ്ഞിട്ടും, ചെറിയൊരു ശതമാനമെങ്കിലും തരൂരിന് ലഭിച്ചിരുന്ന യുവ വോട്ടുകളും നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടും, തരൂരിൻ്റെ വോട്ടിൽ ഗണ്യമായ കുറവുണ്ടായിട്ടും, LDF ക്രോസ് വോട്ട് കുറച്ചെങ്കിലും പോൾ ചെയ്യപ്പെടാതിരുന്നിട്ടും 15,000 വോട്ടിന് മാത്രം രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ തോറ്റുവെന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? ശ്രീ രാജീവ് ചന്ദ്രശേഖരെങ്കിലും ഈ ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി തൃശ്ശൂർ മണ്ഡലത്തിൽ BJP ജില്ലാ ഘടകവും സംസ്ഥാന ഘടകവും കൂട്ടിയും കിഴിച്ചും പറഞ്ഞ കണക്ക് സുരേഷ് ഗോപി 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ്. അതിൽ 50,000 വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വോട്ടുകളായിരിക്കുമെന്നും ജില്ലാ ഘടകം പറഞ്ഞിരുന്നു. പക്ഷേ സുരേഷ് ഗോപി ജയിച്ചത് 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. എങ്കിൽ കുറഞ്ഞത് 1 ലക്ഷം വോട്ടുകൾ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വോട്ടുകളാണെന്ന് പാർട്ടി സമ്മതിക്കണം. അല്ലെങ്കിൽ സുരേഷ് ഗോപി 60,000 വോട്ടുകൾ നേടിയ മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് മണ്ഡലത്തിൽ ഏതിലെങ്കിലും 45,000 വോട്ട് പിടിക്കാൻ BJPയുടെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും കഴിയുമോ? ആലോചിച്ച് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ആറ്റിങ്ങൽ ഏത് രീതിയിൽ നോക്കിയാലും സംഘടനാപരമായ വിജയം തന്നെയാണ്. അതിനു പിന്നിൽ പല കാരണങ്ങളുണ്ടെങ്കിലും അത് വി മുരളീധരൻ്റെ നേട്ടം തന്നെയാണ്. അത് പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ നേട്ടവും കൂടിയാണ്. അടുത്തതായി വലിയ വോട്ട് വർധന ഉണ്ടായത് ആലപ്പുഴ മണ്ഡലത്തിൽ. ശോഭാ സുരേന്ദ്രൻ അല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ
ഈ സംഘടനാ സംവിധാനം വെച്ച് ഈ വോട്ട് ലഭിക്കുമായിരുന്നോ? എനിക്ക് പരിചയമുള്ള ഒരുപാട് കോൺഗ്രസ്, ഹിന്ദു, CPI, CPM അണികൾ പോലും ഇത്തവണ ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കരുനാഗപ്പള്ളി, കായംകുളം, ഹരിപ്പാട് മണ്ഡലങ്ങളിൽ. അതിന് പല കാരണങ്ങളുമുണ്ട്. ഈ മണ്ഡലങ്ങളിലെ 2019 വോട്ടും 2021 വോട്ടും 2024 വോട്ടുമായി താരതമ്യം ചെയ്ത് നമുക്ക് നോക്കാം. അരൂർ മണ്ഡലത്തിൽ 2019 KS രാധാകൃഷ്ണൻ സാറിന് ലഭിച്ചത് 25,250 വോട്ട്. 2021 പ്രകാശ് ബാബു മത്സരിച്ചപ്പോൾ ലഭിച്ചത് 16,289 വോട്ട്. 2024 ശോഭാ സുരേന്ദ്രൻ നേടിയത് 37,491 വോട്ട്. ചേർത്തലയിൽ 2019 22,655, 2021 19,614, 2024 ശോഭാ സുരേന്ദ്രൻ 40,474. ആലപ്പുഴയിൽ 2019 21,303, 2021 സന്ദീപ് വചസ്പതിക്ക് 21,650, 2024 ശോഭാ സുരേന്ദ്രന് 35,594. അമ്പലപ്പുഴ മണ്ഡലത്തിൽ 2019 25,601, 2021 അനൂപ് ആൻ്റണിക്ക് 22,389 വോട്ട്. ശോഭാ സുരേന്ദ്രന് 2024 37,547. ഹരിപ്പാട് മണ്ഡലത്തിൽ വളരെ ഉയർന്ന വോട്ടാണ് ശോഭാ സുരേന്ദ്രന് ഇത്തവണ ലഭിച്ചത്. അതിനൊരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ വിഭാഗത്തിന് KC വേണുഗോപാലുള്ള എതിർപ്പ് ഒരു ഘടകമായിട്ടുണ്ടാകാം. എങ്കിലും 2019 BJPക്ക് ലഭിച്ചത് 26,238 വോട്ട്, 2021 17,890, 2024 ശോഭാ സുരേന്ദ്രൻ ലഭിച്ചത് 47,121 വോട്ട്. കായംകുളം മണ്ഡലത്തിൽ 2019 BJPക്ക് 31,660, 2021 വെറും 11,413, 2024 ശോഭാ സുരേന്ദ്രൻ ലഭിച്ചത് 48,775 വോട്ട്. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ 2019 KS രാധാകൃഷ്ണൻ സാറിന് ലഭിച്ചത് 34,111 വോട്ട്. 2021 ബിറ്റി സുധീർ ലഭിച്ചത് വെറും 12,144 വോട്ട്. 2024 ശോഭാ സുരേന്ദ്രൻ അതേ കരുനാഗപ്പള്ളി നേടിയത് 48,839 വോട്ടാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി പ്രവർത്തകർക്ക് നൽകിയ ആവേശവും അവർക്ക് ലഭിച്ച വ്യക്തിപരമായ മികവും കൂടിയാണ്. അങ്ങനെയല്ല, തൃശ്ശൂരും ആലപ്പുഴയും വ്യക്തിമികവല്ല, സംഘടനാ സംവിധാനമാണ് ഈ വോട്ടിൻ്റെ അടിസ്ഥാനമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെയാണ് പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്ക് 60,000-ലേറെ വോട്ട് കുറഞ്ഞത് എന്നുകൂടി പറയണം. കെ സുരേന്ദ്രൻ ലഭിച്ച ഹിന്ദു വോട്ടും അനിൽ ആൻ്റണി എന്ന പേരിൽ കുറച്ചെങ്കിലും ക്രിസ്ത്യൻ വോട്ടും കൂടി ലഭിച്ചാൽ ഒരു 10,000 വോട്ടെങ്കിലും അവിടെ കൂടുകയായിരുന്നില്ലേ വേണ്ടത്? എന്താണ് സംഭവിച്ചത്? 2019 മത്സരിച്ച ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ നേടിയ 3 ലക്ഷം വോട്ട് ഇന്നലെ വന്ന അനിൽ ആൻ്റണി എന്ന ചെറുപ്പക്കാരൻ മറികടക്കാതെ നോക്കണമെന്ന നിർദ്ദേശം എവിടെ നിന്നെങ്കിലും ഉണ്ടായിരുന്നോ? ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, സംഘടനാ മികവാണ് ഇത്തവണ വോട്ട് ഉയർന്നതിൻ്റെ അടിസ്ഥാനമെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്തുകൊണ്ട് പാർട്ടി വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖറിന് കുറഞ്ഞു? അതിന് കാരണം എന്താണെന്ന് പാർട്ടി അന്വേഷിക്കേണ്ടത് തന്നെയാണ്. തമിഴ്നാട് പോലെ അതിരൂക്ഷമായ ഹിന്ദി വിരുദ്ധതയോ സംഘടനാ സംവിധാനമോ ഇല്ലാത്തൊരു സംസ്ഥാനമല്ല കേരളം. മാത്രമല്ല, തമിഴ്നാട്ടിൽ എത്ര അഴിമതി ഉണ്ടെന്ന് പറഞ്ഞാലും ആ നാടിനു വേണ്ടി ഭരിക്കുന്ന 2 പാർട്ടികൾ തന്നെയാണ് DMKയും അണ്ണാ DMKയും. മാത്രമല്ല, വ്യവസായം ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യവും തൊഴിൽ ലഭിക്കുന്നതിനുള്ള അവസരവും കൂടുതലുള്ള തമിഴ്നാട് രാജ്യത്തിന് ഏറ്റവും കൂടുതൽ GDP സംഭാവന ചെയ്യുന്ന സംസ്ഥാനത്തിൽ മഹാരാഷ്ട്രയ്ക്ക് പിന്നിൽ ഉത്തർപ്രദേശിനൊപ്പം 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കൂടിയാണ്. മാത്രമല്ല, DMK അല്ലെങ്കിൽ അണ്ണാ DMK എന്ന ദ്രാവിഡ പാർട്ടികൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷവും ലഭിച്ചിരുന്ന BJPക്ക് ഇടം കുറവുള്ള ഒരു സംസ്ഥാനവുമാണ് തമിഴ്നാട്. എന്നാൽ കേരളത്തിൽ അതിരൂക്ഷമായ തൊഴിലില്ലായ്മ, വ്യവസായം നടത്താൻ കഴിയാത്ത അന്തരീക്ഷം, അഴിമതി, സ്വജനപക്ഷപാതം, അക്രമം എന്നതിനൊപ്പം കാലങ്ങളായി മുന്നണി സംവിധാനമാണ് കേരളത്തിൽ ഭരണം നേടുന്നത്. ഇപ്പോഴും കോൺഗ്രസ് ആയാലും CPM ആയാലും മുഖ്യ രാഷ്ട്രീയ പാർട്ടിക്ക് തനിച്ച് 30% വോട്ട് പോലും നേടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ BJPക്ക് ഇടിച്ചു കയറാനുള്ള സ്പേസ് എന്നും കേരളത്തിൽ ഉണ്ടായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടും ഗ്രൂപ്പിസവും തന്നെയാണ് കേരളത്തിൽ BJPയുടെ തകർച്ചയ്ക്കും തളർച്ചയ്ക്കും എന്നും കാരണമായിരുന്നത്. കേരളത്തിൽ BJPയോട് പൊതുവെ എതിർപ്പുണ്ടെങ്കിലും മോദിയെ ഇഷ്ടപ്പെടുന്ന കുറഞ്ഞ 35% ആളുകളെങ്കിലും ഉണ്ട് എന്നുള്ളത് പോസിറ്റീവായ ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, കേരളം പൊതുവെ പതിയെ ചൂടുപിടിക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂമിക കൂടിയാണ്. BJPയുടെ ഭാഗമായിരുന്ന ഒരു NDA സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ ആദ്യമായി ഒരു സീറ്റ് ലഭിച്ചത് ഒരു ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലത്തിലല്ല. വാജ്പേയി ഭരിക്കുന്ന കാലത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായ മൂവാറ്റുപുഴയിലാണ്. PC തോമസ് എന്ന NDA സ്ഥാനാർത്ഥി അന്ന് ആദ്യമായി വിജയിച്ചത് ശക്തരായ എതിരാളിയായിരുന്ന LDF സ്ഥാനാർത്ഥി CPIയുടെ ഇസ്മയിലിനെയും UDF സ്ഥാനാർത്ഥിയായിരുന്ന KM മാണിയുടെ മകൻ ജോസ് കെ മാണിയും തോൽപ്പിച്ചുകൊണ്ടാണ് അന്ന് PC തോമസ് അവിടെ വിജയിച്ചത്. അന്നത്തെ വാജ്പേയി സർക്കാരിന് തുടർഭരണം ലഭിച്ചാൽ ഇതേ PC തോമസ് കേന്ദ്രമന്ത്രിയാകുമെന്നും അങ്ങനെ തങ്ങളുടെ മണ്ഡലത്തിൽ വികസനങ്ങൾ സംഭവിക്കുന്ന തിരിച്ചറിവിൽ നിന്നാണ് മൂവാറ്റുപുഴയിലെ ജനങ്ങൾ അദ്ദേഹത്തെ അന്ന് തിരഞ്ഞെടുത്തത്. ഇന്നും നരേന്ദ്രമോദി ഇന്ത്യയിൽ അനായാസ വിജയങ്ങൾ സമ്മാനിക്കുന്ന ഒരു നേതാവായി നിലനിൽക്കുന്നത് താൻ ഉയർത്തിപ്പിടിക്കുന്ന അഴിമതിരഹിത വികസന അജണ്ടകൾ മൂലമാണ്. ഹിന്ദു വർഗീയതയാണ് BJPയുടെ വിജയത്തിന് കാരണമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തികഞ്ഞ വിഡ്ഢിത്തരമാണെന്ന് ഉത്തർപ്രദേശ് തെളിയിക്കുന്നു. അതായത് 1998 ശേഷം തുടർച്ചയായി 6 വർഷം രാജ്യം ഭരിച്ചതിന് ശേഷം ശക്തമായ സംഘടനാ സംവിധാനം ഇല്ലാതിരുന്നിട്ടും 2004 BJP NDAക്ക് കേരളത്തിൽ ലഭിച്ചത് 13% വോട്ടാണ്. ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ വിജയിച്ചാൽ
പിന്നെ തെരുവുകളിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ ലോകകപ്പ് വന്നാൽ തെരുവ് നീള ഫുട്ബോൾ. അങ്ങനെയാണ് മലയാളി. ഓരോ കാലഘട്ടത്തിനനുസരിച്ചും മലയാളി മാറാറുണ്ട്. 2014 അതിനു മുമ്പ് രാജ്യം ഭരിച്ച കോൺഗ്രസിനെതിരായ വികാരം, മോദിക്ക് മേലുള്ള പ്രതീക്ഷ എന്നിവ BJPക്ക് കേരളത്തിൽ പോലും നൽകിയത് 20 ലക്ഷം വോട്ടാണ്. അതിനു മുമ്പ് നടന്ന 2011 നിയമസഭയിൽ BJPക്ക് ആകെ ലഭിച്ചത് വെറും 10.5 ലക്ഷം വോട്ട് മാത്രമാണെന്ന് കൂടി ഓർക്കണം. പിന്നീട് 2016 നിയമസഭയിൽ മോദി സർക്കാരിൻ്റെ 2 വർഷത്തെ ഭരണവും BDJS എന്ന പാർട്ടിയുടെ സഖ്യവുമൊക്കെ ചേർന്ന് BJP-NDA സഖ്യം കേരളത്തിൽ നേടിയത് ഏതാണ്ട് 30 ലക്ഷം വോട്ടുകൾ. പിന്നീട് ദേശീയതലത്തിൽ മോദി അനുകൂല തരംഗവും ശബരിമല വികാരവും അലയടിച്ച 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കരുതെന്നുമുള്ള വാശിയിൽ BJPക്ക് സ്വാധീനം കുറവുള്ള മേഖലയിലെ BJP വോട്ടുകൾ കോൺഗ്രസിന് പോയിട്ട് പോലും BJP-NDA സഖ്യം 2019 കേരളത്തിൽ നേടിയത് 32 ലക്ഷം വോട്ടുകളാണ്. അതായത് അപ്പോഴും കുറഞ്ഞത് 36 ലക്ഷം വോട്ടുകൾ കേരളത്തിൽ BJPക്ക് ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. 4 ലക്ഷം BJP അനുകൂല വോട്ടുകളെങ്കിലും UDF സ്ഥാനാർത്ഥികൾ 1 ലക്ഷത്തിന് മേൽ ഭൂരിപക്ഷം നേടിയ മണ്ഡലങ്ങളിൽ UDFന് പോയിട്ടുണ്ട്. BJP വോട്ടുകൾ പൂർണ്ണമായി സമാഹരിക്കാൻ 2019 കഴിഞ്ഞത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു. മറ്റെല്ലായിടത്തും BJP അനുകൂല വോട്ടുകൾ പലതും CPM ജയിക്കാതിരിക്കാൻ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷമാണ് വലിയ പ്രതീക്ഷയോടെ അധ്യക്ഷനായി K. സുരേന്ദ്രൻ വരുന്നത്. അദ്ദേഹത്തിന് കീഴിൽ പാർട്ടി കോവിഡ് കാലത്തെ തണുപ്പിന് ശേഷം താഴേക്ക് തളർന്നും തകർന്നും പോകുന്നതാണ് പിന്നീട് കണ്ടത്. 2021 നിയമസഭയിൽ BJP-NDA വോട്ട് 2019 ലഭിച്ച 32 ലക്ഷത്തിൽ നിന്ന് 23 ലക്ഷമായി കുറയുകയാണുണ്ടായത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ പതിയെ ചൂടുപിടിക്കുന്ന കേരളം മോദി സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണശേഷം വിവിധ പദ്ധതികളുടെ ഗുണവും ദേശീയപാത വികസനങ്ങളും കണ്ട് കേന്ദ്രമന്ത്രിമാരെ ലഭിക്കാൻ 2004 PC തോമസിന് വോട്ട് ചെയ്തതുപോലെ വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു 2024-ലും. അതുകൊണ്ട് തന്നെ ഇത്തവണ മികച്ച സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ വോട്ട് ലഭിക്കുന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. എന്നാൽ അതിനനുസരിച്ച് സംഘടനാ സംവിധാനം വർക്ക് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മുമ്പ് തന്നെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് മണ്ഡലങ്ങളിൽ ഇത്തവണ വോട്ട് വിഹിതം സ്ഥാനാർത്ഥികൾ ആരെന്നത് നോക്കി വർദ്ധിക്കുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പത്തനംതിട്ടയും കാസർഗോഡും പിന്നിലേക്ക് പോവുകയും ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയുള്ള പ്രതീക്ഷയിൽ ആലപ്പുഴ മുന്നിലേക്ക് വരികയും ചെയ്തു. സത്യത്തിൽ ശോഭാ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിച്ചെങ്കിൽ കഥ മാറിയേനെ എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഒപ്പം കോട്ടയത്ത് ഷോൺ ജോർജും. പോയ ബുദ്ധി ഇനി പിടിച്ചാൽ കിട്ടില്ലല്ലോ. ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, BJP കേരളത്തിൽ തങ്ങളുടെ ശരിയായ സംഘടനാ സംവിധാനം ഉപയോഗിക്കുകയും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ കുറഞ്ഞത് 55-60 ലക്ഷം വോട്ടുകൾ നേടി കൊല്ലം ഉൾപ്പെടെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ ജയിക്കാൻ ഇപ്പോഴും കഴിയും.